അതിരാവിലെ 6:29 ഞാൻ കൊളോണിലേക്ക് പോകാനായിട്ട് ട്രെയിൻ നോക്കി വന്നതാണ്. ഞാൻ വന്നപ്പോൾ ജസ്റ്റ് 6:30. ഞാനിവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അതാ എനിക്ക് പോകേണ്ട ട്രെയിൻ ഗുഡ് ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനത്തെ ആ കാണുന്ന ഇരുളിലേക്ക് മറിഞ്ഞു പോയി. അതുകൊണ്ട് ഇനി 7:29 വരെ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കണം അടുത്ത ട്രെയിനിന് വേണ്ടി. അതിരാവിലെ പോയിട്ട് കൊളോണൊക്കെ ഒന്ന് കണ്ട് വേഗം തിരിച്ചു പോരാന്ന് കരുതുക. കുഴപ്പമില്ല, 1 അവർ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ്. എവിടേക്കെങ്കിലും വീണ്ടും ഒന്ന് അവിടേക്ക് ഒന്ന് കറങ്ങി കറക്റ്റിന് 7:29 മുന്നേ 7:15 അല്ലെങ്കിൽ ഇവിടെ എത്തണം. അപ്പോൾ ആ ട്രെയിൻ പിടിക്കാം. ഓക്കെ, അങ്ങനെ എനിക്ക് പോകേണ്ടതായിട്ട് ട്രെയിൻ ഇതാ വന്നു കഴിഞ്ഞു. 1 മണിക്കൂർ മുന്നേ ഇതേപോലെ ഒരെണ്ണം പോയതാണ്. ഞാൻ 1 മിനിറ്റ് ലേറ്റായി ട്രെയിൻ വന്നു. ഇത് നമുക്ക് മിസ്സായിക്കൂടാ, മിസ്സാവില്ല. അങ്ങനെ 1 മണിക്കൂർ കൊടും തണുപ്പുള്ള കഠിനമായ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി എത്തി. ഇത് കുറേ കൂടി വേഗം കയറട്ടെ. ഓക്കെ, ഇതിവിടെ ഇനി 2 മിനിറ്റ് നിർത്തിയിടുന്ന് തോന്നുന്നു. കയറിയേക്കാം. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇപ്പോൾ തന്നെ ഇവിടുത്തെ PTR ടിക്കറ്റ് എക്സാമിൻ ചെയ്യുന്ന ആൾ വന്നിട്ട് ഇങ്ങനെ ടിക്കറ്റൊക്കെ ചോദിച്ചു തുടങ്ങിയ. സത്യം പറഞ്ഞാൽ കിളി പോയി. കാരണം ഈ ട്രെയിൻ വന്നപ്പോൾ പ്ലാറ്റ്ഫോമിൽ തിക്കും തിരക്ക് അടിച്ച് വന്നപ്പോൾ കിടക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ആളോട് ചോദിച്ചു ഇത് തന്നെയാണ് ട്രെയിൻ ഉറപ്പുവരുത്തിയാണ് ചാടി കയറി. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതിൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് വെച്ച് ഇതിൽ കയറാൻ പറ്റുമില്ല എന്നൊക്കെ ഒരു സംശയം പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെ, ഞങ്ങളൊന്ന് ടിക്കറ്റൊക്കെ അപ്പോൾ ID ചോദിച്ചു. അപ്പോൾ എൻ്റെ ID ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാർഡ് അടിച്ച് കിട്ടിയിട്ടില്ല. ഒറിജിനൽ പാസ്പോർട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ഇൻഷുറൻസ് കാർഡ് എടുത്ത് കൊടുത്തു. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡ് ഉണ്ട് കമ്പനിയുടെ, അതെടുത്ത് കൊടുത്തപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എസ്കേപ്പായി. അങ്ങനെ സമാധാനമായി. ഓക്കെ, അങ്ങനത്തെ പുറത്ത് നല്ല വെയിലൊക്കെ ഉദിച്ചു. ഇവിടെ പോയി പാടങ്ങൾ തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല പച്ചപ്പും, പാടം മീൻസ് എന്തൊക്കെയോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്, പച്ചക്കറികളൊക്കെ. പിന്നെ കുറച്ച് കുതിരകളൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട് അപ്പുറത്ത്. അങ്ങനെ ഫുള്ള് പച്ചപ്പ്. ഇതെന്തെങ്കിലും കൃഷി ചെയ്തിരിക്കുന്നതാണോ വെറുതെ പുല്ല് മുളച്ചെടുക്കുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും ചില സ്ഥലങ്ങളൊക്കെ ഈ പാടങ്ങളിൽ മൊത്തം ഐസ് ഉറഞ്ഞ് ഇങ്ങനെ ഫ്രോസണായിട്ട് കിടക്കുകയാണ്. പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -2, -3 അപ്പോൾ അങ്ങനെയാണ് ഇവിടെ. ഇപ്പോൾ അതിരാവിലെയാണല്ലോ, ഒരു 9 മണി ആയിട്ടുള്ളൂ. അങ്ങനെ കൊളോണിലേക്കുള്ള യാത്ര ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഒരു 10:30 ഒരു സ്റ്റേഷനിലെത്തും. അവിടെ നിന്നാണ് പിന്നെ കൊളോണിലേക്കുള്ള ട്രെയിൻ. ആ സ്റ്റേഷനിൽ നിന്ന് ഒരു 1 മണിക്കൂറാണ് കൊളോൺ സ്റ്റേഷനിലേക്കുള്ളത്. ട്രെയിൻ ഇറങ്ങി, കൊളോണിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നോക്കുന്നത് തന്നെ ഈ കത്തീഡ്രൽ പള്ളിയിലേക്ക് കേട്ടാ. ഈ സാത്താൻ പണിയിപ്പിച്ചു, പണിതു, കുളിച്ചു എന്നൊക്കെ പറയുന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ആ പള്ളിയാണ് ഈ കാണുന്നത്. ഇത് കണ്ട, ട്രെയിൻ നിൽക്കുന്നത് ഇവിടെ. ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരെ നോക്കുന്നത് ഈ കൊളോൺ കത്തീഡ്രൽ ചർച്ചാണ് കാണുന്നത്. ഇത് കാണാനാണ് മെയിനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ. ഓക്കെ, ഇവരിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി പള്ളിയുടെ മുന്നിലൊക്കെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് പിടിക്കാം. നല്ല തണുപ്പുണ്ട്. ഓക്കെ, സംഭവം ഇതാണ് ഈ കത്തീഡ്രൽ, കൊളോൺ കത്തീഡ്രൽ പള്ളി എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഹൈറ്റിലാണുള്ളത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുമായി ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കഥകളുമുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തികൾ, ഈ പള്ളിയുടെ പണി എന്ന് കഴിയുന്നോ അന്ന് ലോകം അവസാനിക്കും എന്നാണ് സാത്താൻ ശപിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് മുത്തശ്ശിമാർ പറയുന്ന കഥകൾ. എന്താണ് ശരിയായുള്ള ചരിത്രമെന്ന് നമുക്ക് അറിയില്ല. എവിടെയെങ്കിലും പള്ളിയുടെ
അകത്തോ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ അത് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു, ഹിസ്റ്ററി ഇതിൻ്റെ. അപ്പോൾ അത് നോക്കാം. ഞാനിതിപ്പോൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന പള്ളിയിലേക്ക്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, കാരണം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണല്ലോ. ഇത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബോംബുകൾ തുരുതുരെ വർഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അത്ര ഈ പള്ളി ഇങ്ങനെ കറുത്ത് പോയിട്ടുള്ളതെന്ന് പറയുന്നു ചരിത്രം. കാരണം ഇത് ഇത്രയും ഹൈറ്റുള്ളൊരു പള്ളി ആയതുകൊണ്ടേ ബോംബുകൾ വർഷിക്കുന്നതിനായിട്ട് ലാൻഡ് മാർക്ക് കണ്ടെത്തുന്നതിനായിട്ട് നാവിഗേഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. ഇത്രയും വലിയ പള്ളിയാണ്. അപ്പോൾ ഒരുപാട് ബോംബാക്രമണത്തിന് വിധേയമാക്കി ചെയ്തിട്ടുണ്ടെന്ന് പറയണം. എനിവേ പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. പള്ളിയിലേക്ക് ഇങ്ങനെ കയറുന്നൊരു സംഭവമാണ് കേട്ടോ. ഫുള്ള് തുണികളും ആയിട്ട്. No hats inside for men. Thank you. ഇതിനകത്തേക്ക് കയറുമ്പോൾ തൊപ്പി വയ്ക്കാൻ പാടില്ല. സ്പോൺസറായി ഞാൻ ഒരു ക്രിസ്മസ് അവധിക്കാലത്താണ് ഈ കൊളോൺ ദേവാലയം കാണാനായിട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ പുൽക്കൂടും ഒക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് ദേവാലയത്തിനകത്ത് വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ ഈ ദേവാലയത്തിന് എവിടെ നോക്കിയാലും ഒരേപോലെയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുക. കുറേ തൂണുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, പിന്നെ ചുമരിൽ ഗ്ലാസും ഗ്ലാസ് പെയിൻറ്റിങ്ങും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കണ്ടില്ലേ, പഴമയുടെ ഒരു നിർമ്മാണ വൈദഗ്ധ്യം കാണിക്കുന്ന എല്ലാതര കൊത്തുപണികളും ചുമർ ചിത്രകലകളും എല്ലാം ഈ ദേവാലയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് 1248 നിർമ്മാണം ആരംഭിച്ച ഒരു ദേവാലയമാണ്. ഇപ്പോഴത്തെ ഇതിൻ്റെ പഴക്കം നോക്കുകയാണെങ്കിൽ ഒരു 780 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ മാരകമായ ബോംബാക്രമണങ്ങളെയൊക്കെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്ന ഈ ദേവാലയം ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ കുറേ മിസ്റ്റീരിയസ് സ്റ്റോറികളൊക്കെ ഉണ്ട്. ആ കഥകൾ എന്തുമാവട്ടെ, എന്തൊക്കെയായാലും ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യവും ഇതിൻ്റെ ഉള്ളിലെ വിസ്മയങ്ങളുമെല്ലാം ഇന്നത്തെ തലമുറയ്ക്കും കാണാവുന്ന രീതിയിൽ ഇത്രയും വർഷക്കാലം നിലനിൽക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മിസ്റ്റീരിയസ് സ്റ്റോറികളും കൂട്ടിച്ചേർത്ത് വായിച്ച് ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു അനുഭൂതിയിലേക്ക് എത്തിക്കും. I think the one that can like that can be lit
Eso era para así para separar o hacer la réplica pequeñita. Eso está fácil. Mama, wir gehen schon mal weiter. Ja, jedenfalls, wenn also die Strahlen kommen nicht hier. Das ist Sonne, die geht schon. O sea, es que la ഇത് പള്ളിയുടെ സൈഡിൽ കാണുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ക്യൂവിൽ നിൽക്കുന്നത് കണ്ടു. ആ ക്യൂ കണ്ട് ഞാനും ആ ക്യൂവിൽ കയറി നിന്നു. ഞാൻ വിചാരിച്ചു ഈ കാണുന്നത് പോലെ പള്ളിയുടെ എന്തെങ്കിലും അടിത്തറ മാന്തിയപ്പോഴോ മറ്റോ കിട്ടിയ പഴയകാല നിർമ്മാണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്മാരകങ്ങളോ അതെന്തെങ്കിലും മ്യൂസിയം പോലെയൊക്കെ വെച്ചിട്ട് അത് കാണാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് കരുതി ഞാനും കയറി നിന്നു. പക്ഷേ അകത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ക്യൂ മ്യൂസിയത്തിലേക്കുള്ളതൊന്നുമല്ല. ഈ പള്ളിയുടെ ഏറ്റവും ഉയരങ്ങളിലേക്ക് കയറി പോകുന്നതിനായിട്ട് ടിക്കറ്റ് എടുത്ത് 9 സംതിങ് യൂറോ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറണം. ദാ ഇപ്പോൾ ഈ പള്ളിയുടെ ഏറ്റവും മുകളിലേക്ക് ഞാൻ കഷ്ടപ്പെട്ട് കയറി എത്തി. ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ടിക്കറ്റ് എടുത്തതിൻ്റെ പേരിൽ ഞാൻ പിന്നെ കയറി. വളരെ ഇടുങ്ങിയൊരു വഴിയിലൂടെ ഇത്രയും ഉയരങ്ങളിലേക്ക് കയറി എത്തണം. ഏകദേശം ഒരു 574 മീറ്ററോ മറ്റോ ആണ് ഈ പള്ളിയുടെ ഉയരം. അത്രയും ഉയരങ്ങളിലേക്ക് നമുക്ക് ഒരു ചുറ്റുകോണിയുണ്ട്. അന്ന് കാലത്ത് നിർമ്മിച്ച പോലത്തെ ഒരു ചുറ്റുകോണി. ഒരാൾക്ക് മാത്രം കയറാനും അതിൽ കൂടെ തന്നെ ആൾക്കാർ താഴോട്ട് ഇറങ്ങിയും വരും. ആ വീതിയിൽ കൂടി കയറി ഇവിടെ എത്തണം. അതുകൊണ്ട് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ മാത്രം കയറാൻ തുനിഞ്ഞാൽ മതി. കുറച്ച് എന്തെങ്കിലുമൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവർ കയറാൻ തുനിയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് വേണം ഇതിന് മുകളിലേക്ക് കയറി എത്താൻ. പക്ഷേ കയറി എത്തിക്കഴിയുമ്പോഴുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. അകലെ കാണുന്ന റൈൻ നദി, അതിനോട് ചേർന്നുള്ള പാലം, ആ പാലത്തിൻ്റെ സൈഡിലൊക്കെ നിറയെ താഴും താക്കോലും ഇട്ട് പൂട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടേക്ക് എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാനത് പിന്നീട് കാണാനിടയായി. പക്ഷേ അതെനിക്കിപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. ആ പരിസരം മുഴുവൻ ഒരു താഴും താക്കോലുകളും വെച്ച് പൂട്ടിയിരിക്കുന്ന ഒരു മതിൽ പോലെ ആയിട്ട് ഇത്രയും കാലഘട്ടങ്ങളായിട്ട് അതൊരു വിശ്വാസമാണെന്നാണ് പറയുന്നത്. ഈ പ്രണയിക്കുന്നവരും മറ്റും അവിടെ വന്ന് ഈ ഒരു താഴും താക്കോലും ഒക്കെ ഇട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രണയവും അതുപോലെ ഭദ്രമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ മുകളിലും കുറേ ആൾക്കാർ കണ്ടു താഴും താക്കോലൊക്കെ ഇട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ പള്ളി കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ കുറച്ച് താഴും താക്കോലും ഒക്കെ കൂടുതലെടുത്ത് കാണും. കുറച്ച് ഇവിടെയും പൂട്ടി, കുറച്ച് അവിടെയും പൂട്ടി. ഏത് നിലയ്ക്കും പ്രണയം ഭദ്രമാക്കുന്നതിന് വേണ്ടി ചെയ്തതായിരിക്കാം. എന്തായാലും ഇതിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. അകലെ കാണുന്ന റൈൻ നദി, അതിൽ കുറുകെ പോകുന്ന പാലം, ചുറ്റും കാണുന്ന കൊളോൺ നഗരവും ജർമ്മനിയുടെ മറ്റ് പരിസര പ്രദേശങ്ങളെ പറ്റിയുള്ള കാഴ്ചകളും എല്ലാം ഇതിന് മുകളിൽ നിന്ന് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും.
ഇതിന് മുകളിലേക്ക് കയറി എത്തുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എങ്കിലും ഇത്രയും പഴക്കമുള്ള, ഇത്രയും ചരിത്രാതീത കാലം മുതലുള്ള ഈ ദേവാലയത്തിന് മുകളിലേക്ക് കയറി എത്തി ഇവിടെ നിന്നുകൊണ്ട് ഈ കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് ഒരു അപൂർവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യേണ്ട, അതുപോലെ വിട്ടേക്ക്. എന്തായാലും ഇപ്പോഴും അവിടെയും ഇവിടെയും നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട് പള്ളിയുടെ. അതുമായി ബന്ധപ്പെട്ടുള്ള കഥ ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ എന്ന് നിൽക്കുന്നു, അന്ന് ലോകം അവസാനിക്കും എന്നൊക്കെയാണ് ഈ പഴയ കാലത്തെ കഥകളിൽ പറയുന്നത്. അതെന്തുമാവട്ടെ, പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ നിൽക്കുന്ന ഈ പഴക്കമുള്ള പള്ളിയുടെ പല ഘട്ടങ്ങളിലും നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അതും നമ്മൾ നോക്കണം. കഥകളുണ്ട്, അതൊരു വശത്തുണ്ട്, പക്ഷേ യാഥാർത്ഥ്യവും മറ്റൊരു വശത്തുണ്ട്. എന്തായാലും ഇതൊരു വളരെ അപൂർവമായിട്ടുള്ള, വളരെ വിസ്മയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കൊളോൺ കത്തീഡ്രൽ ദേവാലയം നമുക്ക് കാഴ്ചവെക്കുന്നത്. 1248 മറ്റും നിർമ്മിച്ച ഈ പള്ളി ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കയറി എത്തുമ്പോഴുള്ള ദേവാലയത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെയെല്ലാം വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മാരകമായ ആക്രമണങ്ങളെല്ലാം അതിജീവിച്ച ഒരു ദേവാലയം ഇന്നും ആ ഒരു ആക്രമണകാലത്തെ കരിപിടിപ്പിക്കുന്ന ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. അതൊക്കെ നമുക്ക് ഇന്നത്തെ യുവതലമുറയ്ക്ക് കാണാനും സാധിക്കുന്നു. അങ്ങനെ 1248 നിർമ്മിതമായ ഈ കൊളോൺ കത്തീഡ്രൽ ദേവാലയം ഇന്നും ജനലക്ഷങ്ങൾക്ക് സന്ദർശനത്തിനായി വഴിയൊരുക്കി ഈ കൊളോൺ നഗര ഹൃദയത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്നു. ആ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കരിപിടിച്ച ഓർമ്മകളുമായി.